You are watching TV Next. ആക്ട്രസ് തമ്പു നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് നമ്മുടെ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയിൽ ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ 11 വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തിയേറ്റർ ചെയ്യുകയും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. എവിടെയാണ് നാട്? വീട് പത്തനംതിട്ട. ഇപ്പോൾ ഏതൊക്കെ വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ആടലി എന്ന് പറഞ്ഞ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള വെബ് സീരീസിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ ഒരു ഓഫ് ബീറ്റ് മൂവി കാളരാത്രിയിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നു. എത്ര കാലമായി ഒരു അഭിനയ രംഗത്തേക്ക് വന്നിട്ട്? ഞാനിപ്പോൾ ഒരു 10 വർഷമായിട്ട് അഭിനയ രംഗത്ത് സിനിമയിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തിയേറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഷീലാമ്മ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെയൊക്കെ എവർഗ്രീൻ നായകൻ ശങ്കർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വേദിയിൽ അവാർഡ് കിട്ടുമ്പോൾ എത്രത്തോളം ഒരു അഭിമാനമുണ്ട്? ഭയങ്കര സന്തോഷമല്ലേ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, ഇവരെയൊക്കെ നേരിട്ട് കാണാൻ തന്നെ ഭയങ്കര ആഗ്രഹം. ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇനി അടുത്ത് വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെ? അണലി എന്ന് പറഞ്ഞൊരു വെബ് സീരീസിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ കാളരാത്രി എന്ന് പറഞ്ഞൊരു ഓഫ് ബീറ്റ് മൂവിയിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആശംസകൾ. ഇനിയും ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിറവേറട്ടെ, ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ താങ്ക് യു സോ മച്ച്. സംവിധായകയും അഭിനേത്രിയുമായ നമ്മുടെ ചാന്ദിനി എം നായർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. മാഡം, നമ്മുടെ ഈ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ അവാർഡ് ഫംഗ്ഷൻ നടക്കുകയാണ്. ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബെസ്റ്റ് ക്യാമ്പസ് ഷോർട്ട് ഫിലിമിനുള്ള അവാർഡാണ്. ഞാൻ എൻ്റെ സ്കൂൾ ബേസ്ഡ് ആയിട്ട് ചെയ്ത ഞാൻ ടീച്ചറാണ്. സ്കൂൾ ബേസ്ഡ് ആയിട്ട് ചെയ്തൊരു ഫിലിമാണ്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഇതിനകത്ത് അഭിനയിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി. ഇത് എല്ലാവരുടെയും ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ശങ്കർ സാറ്, ഷീലാമ്മ ഒക്കെ ഉള്ള വേദിയാണെന്ന്. അപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ആരാധനയോടെ കണ്ടിരുന്ന ആൾക്കാരുടെ ഒപ്പം അവാർഡ് വാങ്ങുമ്പോൾ ഇത്രത്തോളം അഭിമാനം. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് ആരാധിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ്, അഭിനയ സിംഹങ്ങളാണെന്ന് പറയാം. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വേദിയിൽ ഇരിക്കാൻ പറ്റുക, അവാർഡ് വാങ്ങാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. സ്കൂൾ ടീച്ചറാണെന്ന് പറഞ്ഞു, അപ്പോൾ കുട്ടികളെയൊക്കെ കൂടെ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും തീമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫിലിം ചെയ്യണം, കുട്ടികൾക്കൊരു മെസ്സേജ് കൊടുക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ ചെയ്ത നിരാമയ ഇൻഡിപെൻഡൻസ് ഡേ ബേസ്ഡ് ആയിരുന്നു. സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ടൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത് ഞങ്ങൾ ആൻറ്റി ഡ്രഗ് ഡേ, അതായത് ലഹരി വിരുദ്ധ ദിനത്തിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇടുക്കി എന്നൊക്കെ അറിയാലോ, ഇടുക്കി ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെന്ന് പറയുമ്പം ട്രൈബൽ മേഖലയിൽ നിന്നും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളൊക്കെ ആണല്ലോ. അവരെയൊക്കെ നമ്മൾ ഇതിനകത്ത് പങ്കെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് വളരെയധികം സന്തോഷമാണ്. അവർക്ക് നല്ലൊരു എക്സ്പോഷറാണല്ലോ. അവരുടെ കഴിവുകളെ കാലിബർ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്കും സ്കൂളിനും എല്ലാവർക്കും. ഞങ്ങളിത് ക്രെഡിറ്റ് ആയിട്ട് കാണുന്നു അവാർഡ്. ഇനിയും താങ്കളുടെ ലക്ഷ്യവും താങ്കളുടെ പ്രൊഫഷനോടൊപ്പം തന്നെ താങ്കളുടെ ലക്ഷ്യവും താങ്കളുടെ ഈ കഴിവുകൾ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരുടെ ആശംസകളും. താങ്ക് യു. നമ്മുടെ ശീല വിശ്വനാഥ് മാഡം നമ്മോടൊപ്പം ഉണ്ട്. മാഡം, നമ്മുടെ ഈ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഒരു അവാർഡ് ഡേറ്റ് നടക്കുകയാണ്. മാഡത്തിന് ഒരു അവാർഡ് ഇന്നുണ്ട്. എന്ത് തോന്നുന്നു ഈ നിമിഷം? ഈ നിമിഷം ഭയങ്കര സന്തോഷം. കാരണം ഇതുപോലെ ഒരു വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയതും സത്യജിത് റേയില് അദ്ദേഹത്തിൻ്റെ സജിൻലാലിൻ്റെ ശ്രമമാണ് ഇത് മുഴുവൻ ഉണ്ടായെന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യം. ഞാനൊരു കവർ സോങ്ങാണ് ചെയ്ത് നോക്കത്താ ദൂരത്ത് കണ്ണം നട്ട്. ആ സിനിമ അത് ഞാൻ റീക്രിയേറ്റ് ചെയ്തു. ഞാനും എൻ്റെ കൊച്ചുമോളും കൂടെ റീക്രിയേറ്റ് ചെയ്തു. അതിന് ഒരുപാട് ഇത് 6ാമത്തെ അവാർഡാണ്. അതിൻ്റെ ഇത് 6ാമത്തെ അവാർഡാണ്. എനിക്ക് അത്രയും അവാർഡ്സ് അതിന് കിട്ടി. ഭയങ്കര സന്തോഷം. ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്ക്. മാഡം പറഞ്ഞ പോലെ സൈലർ സാറിൻ്റെയും ക്രൂ അംഗങ്ങളുടെ ഒരു പ്രയത്ന ഫലമായാണ് ഈ ഒരു അവാർഡിനേറ്റ് ഇത്രയും പ്രൗഢഗംഭീരമാകിയത്. ഇപ്പോൾ തന്നെ ഷീലാമ്മയുണ്ട്, ശങ്കറുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ കൂടെയൊക്കെ അവാർഡ് വാങ്ങുമ്പോൾ എത്രത്തോളം അഭിമാനം തോന്നും? പിന്നെ അതാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന പോലും ആലോചിച്ചിട്ടില്ല. നമ്മുടെ ഈ പ്രായമൊക്കെ ആലോചിക്കണ്ട. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു കാര്യം വാങ്ങാൻ കഴിഞ്ഞത് തന്നെ സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിനോടും ആ സംഘടനയോടും ഉള്ള നന്ദി എനിക്ക് പറഞ്ഞാൽ തീരത്തില്ല. എൻ്റെ പേര് ലക്ഷ്മി സജു. രജനി ചമയം. നമ്മുടെ ഇവിടുത്തെ ബോർഡ് മെമ്പറാണ് അല്ലേ? ഇന്ന് വളരെ നല്ലൊരു പ്രൗഢഗംഭീരമായ ചടങ്ങാണ് നടന്നത്. എന്ത് തോന്നുന്നു? ശരിക്കും സത്യജിത് റേ ഫിലിം സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ആദ്യം പറയേണ്ടത് നമ്മുടെ ചെയർമാനെ കുറിച്ച് തന്നെയാണ്. അത് ശരിക്കും പറയാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒത്തൊരുമ, ശരിക്കുള്ളൊരു ദിശാബോധം, അതാണ് ആ ചിട്ടയായിട്ടുള്ള അങ്ങനെ. പിന്നെ അതിലെ ബോർഡ് മെമ്പേഴ്സ് ആയാലും അതിലെ ഓരോ അംഗങ്ങളും അവരുടെ മ്യൂസിക് ക്ലബ്ബൊക്കെ എന്ന് വെച്ചാൽ അവസരങ്ങളില്ലാത്തവർക്ക് അവർ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
ഞാൻ ഒരുപാട് ക്ലബ്ബുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ വളരെ സന്തോഷം തോന്നുന്ന ഒരിത് ശരിക്കും ഇതിൽ ഓരോ മെമ്പേഴ്സും അത്ര പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഇതൊരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. നല്ലൊരു ഷോ ആയിരുന്നു. പിന്നെ ഷീലാമ്മയ്ക്ക് ഞാൻ നേരത്തെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജയ് ഹിന്ദിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് 4 ദിവസത്തെ ഇതിന് ഷീലാമ്മയ്ക്ക് മേക്കപ്പും ഇതുമെല്ലാം ചെയ്തിട്ടുണ്ട്. ഷീലാമ്മ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഇതുപോലെയുള്ള ലെജൻഡ് ആയിട്ടുള്ള ഒരു നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. നമുക്കൊരു വലിയ കാര്യം മാത്രമല്ല, ഒരു അനുഗ്രഹവും കൂടിയാണ്. സീരിയൽ, ഫിലിം, പിന്നെ ചാനലിലേക്ക് ചില പ്രോഗ്രാംസിൻ്റെയൊക്കെ സെലിബ്രിറ്റീസിൻ്റെ അവരുടെ പേഴ്സണലായിട്ട് പോകാറുണ്ട്. അല്ലാതെ ഫ്ലവേഴ്സിൽ തന്നെ ന്യൂസ് ചാനലുണ്ടല്ലോ, ന്യൂസ് 24, അതിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മേക്കപ്പ് കാര്യങ്ങൾ, ഇത് സ്റ്റോപ്പുള്ളത് കാരണം ഒന്നും പുറത്തുള്ളത് സമയം കിട്ടാറില്ല. പിന്നെ ബ്രൈഡൽ വർക്ക്, അങ്ങനെയൊക്കെയാണ്. എന്തായാലും നിങ്ങളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളും വളരെ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ചാനൽ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.